മാനം മര്യാദയ്ക്ക് നടക്കാൻ വയ്യെന്നായി കുക്കുരു അയാളെ കൊണ്ട്. 1-2 പ്രാവശ്യം കൂടെ ഞാൻ ക്ഷമിക്കും. അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിലേ എന്നോട് ശൃംഗരിക്കാൻ വന്നാലേ എന്റെ തനി കുണം കാണും അയാള്. എപ്പോഴും എന്റെ കൈ കൊണ്ട് വെള്ളം കുടിക്കണം. ലത ചേച്ചി ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം. വെള്ളം കൂടി അവസാനിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. നീ വന്ന് ലതാകുമാരി ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ എവിടെയെല്ലാം നോക്കി. എന്താ അമ്മാവാ? നീ അവിടെ ഇതൊക്കെ ചോദിക്കാൻ? അല്ല, ഞാനൊന്ന് കുറച്ച് വെള്ളം വേണമായിരുന്നു. അത്രേ ഉള്ള അതിനകത്ത് നീ ഇതിൽ ഇടപെടരുത്. ഇടപെട്ടല്ല. കുട്ടി ചെല്ലു, കുട്ടി ചെന്ന് എടുത്തു തരൂ. അമ്മാവേ ഇവിടെ നിക്കണേ, ഞാൻ ഇപ്പം വെള്ളം എടുത്തോണ്ട് വരാം കേട്ടാ. ഇരിക്കണം അമ്മാവാ. എന്താണ് അറിയത്തില്ലടാ കുക്കുരു, ഈ ഇടയായിട്ട് മുടിഞ്ഞ വെള്ളദാഹം. അപ്പൊ വിശപ്പില്ല, ദാഹം മാത്രമേ ഉള്ളൂ. ഇതെന്തെങ്കിലും അസുഖത്തിന്റെ തുടക്കമായിരിക്കും. ഉടനെ ഡോക്ടറെ കാണിക്കണം. ഇത് ഹൃദയം ശുദ്ധിയാക്കുന്നതാ. എന്റെ ഹൃദയമാ ആവശ്യപ്പെടുന്നത്. വെള്ളം കൊണ്ടുവാ. എന്തുവാ? വെള്ളം കൊണ്ടുവാ. കൊണ്ടുപോവാ വെള്ളം വേഗം. അമ്മാവാ, ഇത് നിറച്ചു വെള്ളമുണ്ട് കേട്ടാ. ദാഹിക്കുമ്പോ അമ്മാവും കുടിക്കണം. അപ്പൊ ഒറ്റപ്പെട്ടവന്റെ വേദന കുട്ടിക്ക് മനസ്സിലായിരിക്കും. നന്ദിയുണ്ട് കുട്ടി, നന്ദിയുണ്ട്. കുടിക്കണോ അമ്മാവാ? അമ്മാവന്റെ ഹൃദയം ശുദ്ധീകരിക്കട്ടെ. കുടിക്കണം അമ്മാവ, കുടിക്കണം. കുടിച്ചാട്ടെ. കുടിക്കൂ. അമ്മാവ, ഞാൻ കൂടെ വരാം. അമ്മാവ, ഇപ്പൊ ഹൃദയം എങ്ങനെയുണ്ട്? നല്ലോണം ക്ലീൻ ആയോ? അല്ല, ഈ പൂർണ്ണ ശുദ്ധി കൈവന്നിട്ടുണ്ടോന്ന് അറിയാനാ. മിണ്ടാ പ്രാണിയായി പോയല്ലോ. വേണ്ട അമ്മാവ, ആക്ഷനൊന്നും കാണിക്കണ്ട. നാട്ടുകാർ കണ്ട കയ്യോ കാലോ ഒക്കെ വീണ്ടും ശുദ്ധിയാക്കും. അമ്മാന് വിശപ്പൂരെ തോന്നുന്നുണ്ടാ? ബിരിയാണി, മട്ടൻ ചാൻസ്. എന്ത് ചെയ്യാൻ, ഹൃദയം ശുദ്ധിയായപ്പോ വയറ്റ് ഭാഗ്യം പോയി. എന്നും കേട്ട് തട്ടിക്കളയല്ലേ അമ്മാവ. പറയണ അമ്മാവ, എന്നാലും ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ? അയ്യോ, എന്ത് പറ്റിയമ്മോ? ആകാശത്തിൽ നിന്ന് വാക്കകത്തോട്ട് ബോംബ് വീണു. എന്നാലും അമ്മാവ, ആ വെള്ളം ഇത്ര ആർത്തിയോട് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വെള്ളം എന്താ കാര്യം? എന്താ പറയണേ? എന്താ മനസ്സിലായില്ലേ? ഫ്ലാസ്ക് തണുത്തിരുന്നോണ്ട് വെള്ളം ചൂടായത് അറിഞ്ഞില്ല. അത് തന്നെ. അല്ലെങ്കിൽ ഈയിടെയായിട്ട് അമ്മാവന് ഭയങ്കര വെള്ളം കുടിയാണല്ലോ. എന്താ കാര്യം? എന്താ അയ്യോ, അത് മനസ്സിലായില്ലേ? ഹൃദയം ശുദ്ധീകരിക്കാൻ. അമ്മാവ കുറച്ച് വെള്ളം കൂടെ തരട്ടാ? എന്തോ പറയാനാ. ഞാൻ അമ്മാവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ വിശന്നിരിക്കല്ലേ. എനിക്ക് വയ്യേ. എന്തൊരു ചൂട്, പൊണ്ണൻ ചൂട്. മനുഷ്യ ഉരുകി ചത്തുവാണോ ചൂട്. ഒന്നിട്ട് വിയർത്തൊലിക്കുന്നു. അയ്യോ, കുഞ്ഞെങ്ങനെ തീ പോയിക്കകത്ത് നിൽക്കുന്നത്? ചുട്ട് തിളയ്ക്കണം. ഉള്ള മാവും മരങ്ങളും ഒക്കെ മുറിച്ച് കളഞ്ഞ അവസാനം ഇങ്ങനെ തന്നെ വരും. മനുഷ്യ ഉരുവി ചാവണം. വെള്ളം എന്ന് വിളിച്ചാ ഒരു തുള്ളി വെള്ളം ഈ ഭൂമിയിൽ കാണൂല. അത് തന്നെ, വല്ലാത്ത ചൂട് തന്നെയാ ചേച്ചി. ഞാന് ഇവിടുത്തെ ജോലി തീർന്നിട്ട് സൂസ മാഡത്തിന്റെ വീട്ടിലേക്ക് പോണം. അവിടെ ആകുമ്പോ AC ഉണ്ട് കുഞ്ഞെ. സെൻട്രലൈസ് AC ഉണ്ട്. എന്താ സെൻട്രലൈസ്ഡ് AC? ചേച്ചി, സെൻട്രലൈസ്ഡ് AC. അത് തന്നെ. ഏത് AC ആണെങ്കിലും എന്ത് തണുപ്പടിച്ചാ പോരെ. ആ വീട്ടിനകത്തോട്ട് കയറിയാ പിന്നെ പുറത്തിറങ്ങാൻ തോന്നൂല്ലോ കുഞ്ഞെ. തണാന്നൊരു തണുപ്പ് സമയമാകുമ്പോ ചൂട് സമയമാകുമ്പോ തണുപ്പ്.
ഓ മനുഷ്യരെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. AC ഒക്കെ വാങ്ങാൻ ഭയങ്കര കാശ് വേണ്ടേ ചേച്ചി? പിന്നെ നല്ല കാശ്. എൻ്റെ കുഞ്ഞെ സത്യം പറഞ്ഞ ഞാനും വീട്ടില് ഒരു AC ഫിറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. സാധനമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇൻസ്റ്റാൾമെന്റ് കിട്ടും. സത്യമാണോ ചേച്ചി പറയുന്നത്? പിന്നെ കള്ളം. ഓ ഒരു AC വയ്ക്കാൻ പിന്നെ ആന കാര്യമില്ലേ? എൻ്റെ കുഞ്ഞെ ഒരു 5000 10,000 കൊടുത്ത് ഇവിടെ ഒരു AC വാങ്ങിച്ച് വെക്കണം. അല്ലെങ്കിൽ സംഗതി നാണക്കേട്. ഇനിയും താമസിക്കും. ആള് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നേ ഉള്ളൂ. പോട്ടെ. ഇനി താമസിക്കും. വീടിന്റെ മുമ്പ് നല്ല കുറ്റം. ലീലാവതി ചായ. നീ ഇവിടെ നിൽക്കുകയാണോ? ചായ എടുക്ക. അടുക്കളോട്ട് കയറാൻ വയ്യ നരട്ടാ. എന്താ ലീലാവതി, വല്ല പാമ്പോ മറ്റോ? പാമ്പാണെങ്കിൽ പിന്നെ സഹിക്കാം. ഒറ്റ കൊത്ത് തീർന്നു. ഇതങ്ങനെയാണോ? ഏതങ്ങനെയാണോന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്റെ ഭാര്യ ലീലാവതി. അതല്ല, ചൂട്. അടുക്കള കയറാൻ വയ്യ, വല്ലാത്ത ചൂടാ. അതിന് നീ എന്നോട് ചൂടാവുന്ന എന്തിനാ? സൂര്യ ഭഗവാൻ അദ്ദേഹം തന്നെ വിചാരിക്കണം അന്തരീക്ഷത്തിലെ ചൂടൊന്ന് കുറയ്ക്കാൻ. അത് പണ്ട്. എന്തോ? അന്തരീക്ഷത്തിലെ ചൂടും തണുപ്പും സൂര്യഭഗവാൻ നിയന്ത്രിച്ചിരുന്ന കാലമൊക്കെ പോയെന്ന്. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. ഇപ്പോ നല്ല ചൂട് കാലത്ത് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി തിയേറ്ററിന്റെ വാതിലൊക്കെ അടയ്ക്കുന്നു. അപ്പോ അകത്ത് ചൂട് കാരണം അവിഞ്ഞുരുകണ്ടതാണേ. പക്ഷെ നമ്മൾ ചൂടറിയുന്നില്ല. എന്തുകൊണ്ട്? പന്ന സിനിമ ആയതുകൊണ്ട്. സിനിമ തുടങ്ങുമ്പോ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും. പിന്നെ ചുറ്റുപാടൊന്നും അറിയില്ലല്ലോ. അതെ, മനസ്സിലായി. ഉറങ്ങുന്നവരെ ഉണർത്താം. ഉറക്കം നടിക്കുന്നവനെ ഏത് ഉദാഹരണം പറഞ്ഞാലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഞാൻ തന്നെ പറയാം. ആകാശത്ത് സൂര്യൻ എത്ര തന്നെ ചൂടായാലും ആ ചൂട് ഭൂമിയിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഒരാൾ അവതരിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷണർ. ഓ, അത് ശരി. മനസ്സിലായല്ലേ? മനസ്സിലായി. ആ AC-യുടെ കാര്യമാ ഞാൻ ഇത്രയും നേരം വളച്ചു കെട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊരെണ്ണം വാങ്ങിക്കാന്ന് പറയട്ടാ. AC എന്തിന്? കുന്തിന്. AC വാങ്ങിക്കുന്നതിനാ ചൂട് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിട്ട്. പുറത്തെ ജോലി അലച്ചിലും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ അവിടെ ഒരു സാന്ത്വനം വേണം, ഒരു തണുപ്പ് വേണം, സമാധാനം വേണം. അതിനല്ലേ ഈ വീട്ടിൽ സ്നേഹമയ്യായ എന്റെ ഭാര്യ ഉള്ളത്. എത്ര ചൂടും ടെൻഷനുമായിട്ട് വന്നാലും നിന്റെ ഒരു ചിരി, നിന്റെ ഒരു സാമീപ്യം, ഒരു സ്പർശനം, ഓരോ AC-ക്കും തരാൻ പറ്റാത്ത തണുപ്പ് എനിക്കപ്പ ഫീൽ ചെയ്യും. സത്യം. അല്ല, അതെനിക്കറിയാം. അത് കറക്റ്റ് അല്ലേ? അല്ല, അതങ്ങനെയാണല്ലോ. അല്ല, ഞാനിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴേ അപ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ അതിൽ എനിക്ക് തണുപ്പ് കിട്ടും. അത് മതി. ആ ചൂടും ആ തണുപ്പും എനിക്കത് മതി. എനിക്ക് വേറെ എന്താ ഉള്ളത്? എനിക്കതിനപ്പുറം ഒരു കണ്ടീഷണറും വേണ്ട. AC എന്നൊക്കെ പറയുന്നതേ വെറും യന്ത്ര. കറണ്ട് പോയോ അപ്പ അറിയാതിന്റെ വിശ്വരൂപം. ഭാര്യ അങ്ങനെയാണോ? സ്നേഹമുള്ള, ഒരിക്കലും കിടാത്ത കറണ്ടിലൂടെ. ചെല്ല, ചായ നിന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കട്ടെ. എന്റെ ചൂടൊന്ന് മാറ്റട്ടെ. ചെല്ലേ ചെല്ലേ. ചായ തണുക്കല്ലേ? എന്റെ അമ്മോ. നരേട്ട പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. നരേട്ടൻ എന്നിൽ കൂടി സാന്ത്വനവും സമാധാനവും കിട്ടും പോലെ നരേട്ടൻ ഇന്ന് എനിക്കും ആശ്വാസവും തണുപ്പും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ട്.
അതിനാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരെന്നും കുടുംബം എന്നൊക്കെ പറയുന്നേ. പക്ഷേ ഈ ചൂട് ബാഹ്യശക്തിയാ, വീട്ടിലെ സമ്മർദ്ദങ്ങളല്ല. നരേട്ടനറിയോ, ഓസോൺ പടലങ്ങളുടെ ഗ്യാപ്പിലൂടെ സൂര്യരശ്മികൾ വന്ന് പതിക്കുന്നത് കൊണ്ടുള്ള ചൂട്. അതിനെ ആ രീതിയിൽ തന്നെ നേരിടണം. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറയും പോലെ അത് AC വിചാരിച്ചല്ലേ നടക്കൂ. നരേട്ടാ, ഇന്ന് പകല് മുഴുവൻ ഞാൻ AC കുറിച്ച് പഠിക്കുമായിരുന്നു. ഓ, എന്റെ നരേട്ടാ, പലതരം AC-കളുണ്ട്. ലീലാവതി, AC എന്നൊക്കെ പറയുന്നത് കുറച്ച് കാശൊക്കെയുള്ളവർക്ക്. നരേട്ടാ നരേട്ടാ നരേട്ടാ, AC വാങ്ങാൻ മനസ്സില്ലെങ്കിൽ വേണ്ട. പക്ഷെ എപ്പോഴും ഇങ്ങനെ നമ്മളെ കൊച്ചാക്കി സംസാരിക്കരുത്. നമ്മളെന്താ അട്ടപ്പാടികളാ? നരേട്ടൻ UD ക്ലർക്ക്, എനിക്കുണ്ട് സ്ഥിരമല്ലെങ്കിലും ചെറിയൊരു വരുമാനം. സിറ്റിയിൽ 5 സെന്റ് ഭൂമിയും ആ ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടും ഉണ്ട് നമുക്ക്. ഇന്നത്തെ വിലയ്ക്ക് ലക്ഷങ്ങളായി ഈ വസ്തുവിന്റെ മതിപ്പ്. അത്രയ്ക്കൊക്കെ സ്വന്തമായിട്ടുള്ള നമ്മള് തീരെ ദരിദ്രവാസികളൊന്നും അല്ല. ഇത്രയൊക്കെ സ്വന്തമായെന്ന് ആരാ പറഞ്ഞത്? വീടിന്റെ ലോൺ 4/1 പോലെ അടഞ്ഞു തീർന്നിട്ടില്ല. ടിവിയുടെയും ഫ്രിഡ്ജിന്റെയൊക്കെ കാര്യം അങ്ങനെ തന്നെ. തമിഴിലെ ഒരു ചൊല്ലുണ്ട്, വര വെട്ടണ ചിലവ് 10 പിന്നെ എന്തെണ്ണ തൂക്കം പോയെണ്ണാന്ന്. ആ, വരവിൽ കവിഞ്ഞ് ചിലവാക്കി തുടങ്ങുമ്പോ പിന്നെ തൂക്കം പോകുമെന്ന്. അതായത് ഉറക്കം കിട്ടില്ല എന്ന്. കണ്ണടച്ച കടക്കാരനെ ആയിരിക്കും കണ്ണിന്റെ മുന്നിൽ കാണുന്നത്. മനുഷ്യൻ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ജീവിതം കൈവിട്ടു പോയി തുടങ്ങിയെന്ന. എനിക്കെന്തായാലും ഉറക്കം കളയാൻ വയ്യ. ഒരു AC വയ്ക്കണമെന്ന് പറഞ്ഞതിനാണ് ഈ പ്രഭാഷണമൊക്കെ അല്ലേ? വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല, പിൻവലിച്ചു. AC വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാൻ ഉഷ്ണിച്ച് ചത്തോളാം. നരേട്ടനെന്താ ഞാനല്ലേ ഉഷ്ണിക്കുന്നത്? ലീലാവതി, കണ്ടോ, ഞാൻ വേർത്തൊഴുകുന്ന കണ്ടോ? ഞാൻ വീശൊന്നുമില്ല, തുടയ്ക്കുന്നുമില്ല. വേർക്കട്ടെ. അടുക്കളയുടെ മുട്ടിൽ നിന്ന് അഹോരാത്രം പണിയെടുക്കുന്ന ഭാര്യമാര് ഒരല്പം ആശ്വാസം കിട്ടുന്ന കാര്യം പറഞ്ഞാൽ ഉടൻ കിട്ടും 100 ന്യായീകരണങ്ങള്. വര വെട്ടണം, ചെലവ് 10. ഞാൻ കാശ് ദൂർത്തെടുത്തോണ്ടിരിക്കല്ലേ. വര വെട്ടണയാണെങ്കിൽ ചെലവ് ആരെയാണെങ്കിലും നിർത്തണമെന്നാ എന്റെ മോഹം. ബാക്കി 7.5 മോൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അതിനു വേണ്ടി ഞാനും പാടുപെടുന്നേ. പക്ഷെ അധ്വാനിക്കണമെങ്കിലേ ആരോഗ്യം വേണ്ടേ? ആ ആരോഗ്യത്തിന് വേണ്ടിയാ AC-യുടെ കാര്യം ഞാൻ പറഞ്ഞു. ലീലാവതി, AC-യുടെ തണുപ്പ് ആരോഗ്യത്തിന് കേടാ. നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ ശക്തിയെ അത് ഇല്ലാതാക്കും. രോഗം ഉണ്ടാക്കുന്ന അണുക്കളെ പോലെ ആരോഗ്യത്തിന് ആവശ്യമായ അണുക്കളും അന്തരീക്ഷത്തിലുണ്ട്. ആ പാവ അണുക്കളെ ഈ ലോ ടെമ്പറേച്ചർ ഇല്ലാതാക്കി കളയും. അതുപോലെ തന്നെ കറണ്ട് ചാർജ് നിനക്കറിയാലോ. പ്ലീസ്, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്കെല്ലാം അറിയാം. ഇല്ല, നിനക്കൊന്നും അറിയില്ല. എല്ലാം അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് വാശി പിടിക്കില്ലായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെ, എന്റെ കാശിയിലാക്കി ഞാൻ AC വെക്കാൻ പോകുന്നില്ല. പിന്നെ ചേച്ചി വന്നപ്പോ ഞാനങ്ങ് വരണ്ടു പോയി, AC വെച്ച് കളയൂന്ന്. അയ്യോ, പിന്നെ കൊറേ വയ്ക്കും. എനിക്കുണ്ടല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. AC-യുടെ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടാ അവിടെ ഒരു ഇഷ്യൂ ആവും. എന്താവുന്ന്? ഇഷ്യൂ. കുഞ്ഞിന് ഇംഗ്ലീഷ് അത്ര പോരല്ലേ ചേച്ചി? ഇഷ്യൂ അല്ല, ഇഷ്യൂ. എന്റെ പൊന്നു കുഞ്ഞെ, ഉച്ചാരണത്തിലല്ല അർത്ഥത്തിലാണ് കാര്യം. രണ്ടായാലും അത് മാറുന്നില്ലേ? അപ്പോ ഇതൊരു അതാവൂന്ന്. അതെന്ന് വെച്ചാ മറ്റത് ഇഷ്യൂ അല്ല. മറ്റേ വാക്ക് കുഞ്ഞു പറഞ്ഞത് അതാവൂന്ന് അറിയാമായിരുന്നു. ഓ, സത്യം പറഞ്ഞ ഇതിപ്പോ രാജഭരണകാലവും ഞാനൊരു രാജാവും ആയിരുന്നെങ്കിൽ ചേച്ചിക്ക് ദിവസവും പട്ടും വളയും കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. സത്യം. ഇല്ല, കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങിക്കൂല. എന്താ ചേച്ചി? എനിക്ക് ആവശ്യം കുഞ്ഞിന്റെ സ്നേഹമാണ്. കുഞ്ഞെ, കുഞ്ഞിന്റെ സ്നേഹമാണ്. നിങ്ങൾ എന്നെ ഇവിടെ കരയിപ്പിക്കരുത്. അതിപ്പോ അവിടുത്തെ AC കാര്യത്തിന്റെ ക്ലൈമാക്സ് അറിയാൻ എന്റെ മനസ്സ് തുടിക്കുന്നു. കൊള്ളാം, കഥ ഉയർന്നിട്ടല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ക്ലൈമാക്സാ? കഥ കൊണ്ടുകയറാൻ കിടക്കണല്ലേ ഉള്ളൂ. The Earth is spherical in shape. The Earth is the only planet which has the life. അമ്മ ചൂടെടുക്കുന്നു. ആ, പ്രതിരോധ ശക്തി വേണമെങ്കിലേ ചൂടൊക്കെ സഹിക്കണം. എന്റെ മോള് ഫാനില്ലാതിരുന്ന് വായിച്ചാ മതി.
കറണ്ട് ചാർജ് ഒക്കെ എത്രയാണെന്ന് നിന്റെ വിചാരം? അച്ഛാ ഫാൻ ഇടാൻ പറ അച്ഛാ. AC അതിനുള്ള ദേഷ്യമായിരിക്കും. ദേഷ്യോ? ദേഷ്യം കാണിക്കാനുള്ള അവകാശമൊന്നും ഭാര്യമാർക്കില്ലല്ലോ. അതൊക്കെ ഭർത്താക്കന്മാരുടെ കുത്തകയല്ലേ. ഞാൻ കാര്യമായിട്ടാ, ഇനി ഇവിടെ ഫാനും വേണ്ട. അമ്മ ചൂട്, ഫാൻ ഇട്. വേണ്ട മോളെ, നീ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ശീലിച്ചോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോ നീ വിഷമിക്കും. ചൂട് വേർപ്പെന്നൊക്കെ പറയുമ്പോ നിന്റെ ഭർത്താവും പ്രതിരോധ ശേഷിയെ കുറിച്ചും കറണ്ട് ബില്ലിനെ കുറിച്ചും ഒക്കെ പറയും. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ പ്രശ്നം വരില്ലല്ലോ. ഫാൻ ഇടമ്മേ. എന്നോടുള്ള വാശിയാണ് നീ കാണിക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ വാശി കാണിച്ച് ജയിക്കാമെന്ന് കരുതണ്ട. ഞാൻ ഉറച്ചു തന്നെയാ. ഓ, ഫാൻ വിട്ട് അച്ഛന്റെ കൂടെ ബെഡ്റൂമിൽ കിടന്നോ. അവിടുത്തെ ചൂട് സഹിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ഹാളിൽ കിടക്കാൻ പോവാ. ചുമ്മാ. അല്ലെങ്കിൽ എനിക്കറിയാം എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്, അച്ഛനും മോളും ഒറ്റക്കെട്ട്. ഞാനും കാണിച്ചു കൊടുക്കാം. എന്നോടാ കളി. വേണ്ട, ഇവിടെ കിടക്കണ്ട. അച്ഛനും മോളും കൂടെ കട്ടിൽ കിടന്നാ മതി, ഫാനും ഒക്കെ ഇട്ട്. പിടിക്ക്. ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സൗകര്യം തരൂല.